കഴിച്ചിട്ട് പോകും. നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അതിനെ വളർത്താൻ തീരുമാനിച്ചു. പിറ്റേ നിങ്ങളൊരു കൂട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ പൂച്ചയെ പിടിച്ച് കൂട്ടിനകത്തിട്ട് സ്നേഹം കൊണ്ടാണേ, ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ പൂച്ചയോട് സ്നേഹമുള്ളതുകൊണ്ട് നിങ്ങൾ അതിനെ പിടിച്ച് കൂട്ടിലാക്കി. പൂച്ചയുടെ എന്നാന്ന് ശരി, ഓക്കെ പറ. പൂച്ചയുടെ സ്വാതന്ത്ര്യം ഇല്ലാതായ കൂട് നോക്കുമ്പോ എന്ത് സംഭവിക്കും? പൂച്ച ഇറങ്ങി കണ്ടം വഴി പോകും, ഓടുവേ, പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല. ഇനി നിങ്ങളിവിടെ ഫുഡ് ഉണ്ടാക്കി വെറുതെ വെച്ചാലും പൂച്ച വരില്ല. അപ്പൊ അതാണ് സ്നേഹത്തിന്റെ കാര്യത്തിൽ പല ജീവിതത്തിലും സംഭവിക്കുന്നത്. സ്നേഹം കൂടുന്ന കാരണമായിട്ട് നിങ്ങൾ ആരെയും തടങ്കലിൽ വെക്കാനും പാടില്ല, ആർക്കും ലിമിറ്റ് ഉണ്ടാക്കാനും പാടില്ല. ഇപ്പൊ സ്നേഹിക്കുന്നവർ തമ്മിൽ പറയാം, അങ്ങോട്ട് പോകില്ല, അവനെ കാണില്ല, ഇവനെ നോക്കില്ല, അങ്ങോട്ട് മിണ്ടില്ല, ഇങ്ങോട്ട് മിണ്ടില്ല, അങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് പോകില്ല, ഇതൊക്കെ പറയും. സ്നേഹത്തിന്റെ കൂടുതലുകൊണ്ടാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള അതിർവരമ്പുകൾ വെക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു കൂട്, ഈ നമ്മളുടെ ലിമിറ്റുകൾക്ക്, മനുഷ്യന്റെ സാഹചര്യങ്ങളുടെ ലിമിറ്റുകൾക്ക് ഒരു കൂട് വെക്കും, ഒരു അതിര് വെക്കും. ഈ അതിന് അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല, ഈ അതിന് ഇപ്പുറത്തോട്ട് പോകുന്നില്ല. അപ്പൊ എന്തായി? കൂട്ടിലായി. എന്തെങ്കിലും സ്വാതന്ത്ര്യം കിട്ടി എന്ത് ചെയ്യും? ഓടിത്തള്ളു. അതുകൊണ്ട് യഥാർത്ഥമായിട്ട് സ്നേഹം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ പൂച്ചയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തു, നിങ്ങളെ കൂട്ടിലൊന്നും ആക്കിയില്ല എങ്കിൽ അതെല്ലാ കാലം ഇവിടെ വരും എന്ന് നിങ്ങൾക്ക് കാണാം. അതൊക്കെ കഴിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഇവിടെ നിൽക്കും. നിങ്ങളെക്കാൾ ഇഷ്ടം വേറെ ആർക്കെങ്കിലും തോന്നുവാടെ പോകും. അപ്പൊ നമ്മളെക്കാൾ ഇഷ്ടം മറ്റൊരാൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ട് പോവുകയാണെങ്കിൽ അത് പൊക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വിളിച്ചിട്ടുള്ളതൊന്നുമില്ല. ഇനി നിങ്ങളാണ് ബെറ്റർ എന്ന് തോന്നിയിട്ട് നിങ്ങൾ കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നിങ്ങളെ നമ്പി നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ സ്വാതന്ത്ര്യം കൊടുക്കുക, അതാണ് യഥാർത്ഥ സ്നേഹം. മനസ്സിലായോ? സ്നേഹത്തിൽ എന്താണ് അതിർവരമ്പുകൾ വെക്കുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, കൂട്ടിലായിരിക്കും. മനുഷ്യ മനസ്സുകളെ ഒരിക്കലും കൂട്ടിൽ തളച്ചേരാം. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ പല ജീവിതങ്ങളുടെയും യഥാർത്ഥമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ല എന്നുള്ളതാണ്. ഒരു കഥ പറഞ്ഞത്. ഇപ്പൊ യൂട്യൂബിൽ തെറി പറയാൻ കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കൊരു തെറിയൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, യൂട്യൂബർക്കും കുഴപ്പമില്ല. എന്താ ഇവിടെ സംഭവിക്കുന്നറിയോ? ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇവർ ഈ പ്രേമിച്ച് നടക്കുന്ന ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് അറിയാം, ലവ് മാരേജിനുള്ള പ്രശ്നങ്ങൾ. ഒരു പെണ്ണ് തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നടന്നു. ഒരു ചെറുക്കനും അവനെ ആരും സ്നേഹിക്കാനില്ല എന്ന് പറഞ്ഞ് അവനെ ഇങ്ങനെ വിഷമിച്ചറിഞ്ഞടക്കുക. ഒരിക്കൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി. അപ്പൊ ഇവർ രണ്ടുപേർക്കും അവരെ ആരും സ്നേഹിക്കാനില്ല, അതാണ് ഇവരുടെ പ്രശ്നം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. രണ്ടുപേരുടെ പ്രശ്നം തീർന്നു, ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ. എന്നാൽ ജീവിതത്തിൽ പിന്നെ അവരുടെ പരാതി വീഴുന്നില്ല. എന്തുകൊണ്ടാ അറിയാമോ? പെണ്ണെന്താ ചിന്തിച്ച അവളെ ആരും സ്നേഹിക്കുന്നില്ല, ഇവനെന്താ ചിന്തിച്ച ഇവനെ ആരും സ്നേഹിക്കുന്നില്ല. അവരെ സ്നേഹിച്ചത് പിന്നെ ആര് സ്നേഹിക്കുന്നു? പെണ്ണ് ചിന്തിച്ച അവളെ ആരും സ്നേഹിക്കുന്നില്ലാണോ, ഇവൻ ചിന്തിച്ച ഇവനെ ആരും സ്നേഹിക്കുന്നില്ലാണോ? മനസ്സിലായോ? അതായത് അവരെ ആരും സ്നേഹിക്കുന്നില്ലാന്ന് അവർ ഓരോരുത്തരും ചിന്തിച്ചത്. അവരവരുടെ സ്നേഹം കൊടുക്കുന്ന കാര്യത്തെ കുറിച്ച് അവർ ചിന്തിച്ചതേ ഇല്ല. അപ്പൊ തന്നെ സ്നേഹിക്കണം എന്നാണ് ഇവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നത്. താൻ സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ള സത്യം അവർ മനസ്സിലാക്കിയില്ല. അല്ല, അവര് ജീവിതത്തിൽ സത്യത്തിൽ അങ്ങനെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നല്ലേ. അപ്പൊ അവിടെ വേറൊരു പ്രശ്നം വരും, സ്വാഭാവികമായിട്ട്. അങ്ങനെ ആകുമ്പോഴത്തെ ഒരു പ്രശ്നം വരും. ഇപ്പം ഒന്ന് വാങ്ങിച്ചെങ്കിൽ ഒന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ദാരിദ്ര്യം മൂലം പിച്ചയ്ക്കിറങ്ങും ആൾക്കാർ, അല്ലേ? അപ്പം ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച രണ്ടുപേരും യാചകരാണെങ്കിൽ എന്നാ സംഭവിക്കും? രണ്ടുപേരും ഒരുമിച്ച് സമ്പത്തിനെ കുറിച്ച് ഒരുമിച്ച് ആലോചിച്ചാൽ എന്ത് സംഭവിക്കും? ഒരുമിച്ച് തണ്ടു. ഇവിടെ സംഭവിക്കുന്നു, രണ്ടുപേരും യാചകരാണ്. എന്ത് സംഭവിക്കും? രണ്ടുപേരും മൂഞ്ചി. നിനക്ക് എവിടുന്നാണ് ഇത്ര അറിവുകളൊക്കെ കിട്ടിയത്? എനിക്ക് അറിവുകളൊന്നും കിട്ടിയല്ലോ, ഈ ലോകം നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് ശരി, എനിക്ക് ഇത്ര ഒന്നും പറയാനൊന്നും അറിയത്തില്ല. കഞ്ചാവ് അങ്ങനെയൊക്കെ പറയുന്നവര്, ഇങ്ങനത്തെ തത്വം പറയുന്നവരെ സമൂഹം വിളിക്കുന്ന പേരാണത്. കഞ്ചാവെന്ന് വിളിക്കും, അല്ലെങ്കിൽ വേറൊന്നുണ്ടല്ലേ, MDMA. എനിക്കൊന്നിന്റെ പേരറിയത്തില്ല. എനിക്ക് കഞ്ചാവിന്റെ MDMA ഒക്കെ പേരറിയാം. അമ്മാവൻ ആരാടാ? അമ്മാവന്മാരെന്ന് വിളിക്കും. അതാരാ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്
തന്ത വൈദ്യ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന പേരാ തന്ത വൈദ്യ. അത് കൂട്ടുകാരന്മാരുടെ കൂടെ ഇരിക്കുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ. ആ മൈരന്മാരെന്നുള്ള തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞ ആട്ടോ. അവന്മാരാണെങ്കിൽ നിന്റെ തന്തയോടെ പഠിച്ചവന്മാരായിരിക്കും. അവന്മാരാണ് നിങ്ങൾ തന്ത വൈബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവന്മാർക്കൊന്നും പറഞ്ഞു കൊടുക്കരുത്. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരടുത്ത് പറയാം. കാരണം എന്താ, അവർ ഇന്ന് നാളെ ചത്തുകൊണ്ട് നാളെ സ്വന്തം പോയിരിക്കുന്നവരാ. അതുകൊണ്ട് അവരടുത്ത് പറഞ്ഞാൽ അവർ കേട്ടിരിക്കും. ഒരിക്കലും മരിക്കാത്തവന്മാരാണ് ചിന്തിച്ചു വെച്ചത്. നാളെ അടുത്ത പോസ്റ്റ് കിട്ടും അവന്മാരൊക്കെ, അത് വേറെ കാര്യം. അപ്പൊ എന്ത് ചെയ്യാ, ആക്ഷേപിക്കുന്നവർക്ക് വാ തുറക്കാതിരിക്കുക, കളിയാക്കുന്നവർക്ക് ക്ഷണിക്കപ്പെടാത്ത വേദിയിൽ പോവാതിരിക്കുക, അത്രേ ഉള്ളൂ. വിളിക്കാത്ത കല്യാണത്തിൽ ഉണ്ണാൻ പോകുന്ന പോലെയായോ നാണക്കേടാ. നമുക്കെന്നെ ഒരു നാണക്കേട് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിക്കൊണ്ടിരിക്കും. ആരും കണ്ടുപിടിക്കാനുള്ള പേര് തോന്നിക്കൊണ്ടിരിക്കും. അത് പോവാതിരിക്കുക. ഇത്രേ ഉള്ളൂ, തീർന്നു. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരു ബായ് പറഞ്ഞത്. ലൈവായിരുന്നോ?